ഇതിനും മിഷൻ പ്രവർത്തനത്തിൻ്റെ വികസനത്തിനും ഫ്രാൻസിസ്കൻ്റെ ഇതിൽ സഭയെ പടുത്തുയർത്തുന്നതിനുമായി മലബാർ മിഷണറി യൂണിയൻ ആരംഭം കുറിച്ചു. പിന്നീട് അത് ഫ്രാൻസിസ് അസീസിയെ പോലെ എഫ്രേമിനെ പോലെ സഭയിൽ സമർപ്പിതരായ, പ്രത്യേകിച്ച് വൈദികരല്ലാതെ സഭയുടെ നവീകരണത്തിനും നേതൃത്വത്തിനും സമർപ്പിതരായ സഹോദരന്മാരാണ് ഫ്രാൻസിസ് അസീസിയെ പോലെ ആവശ്യം. രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്ന ഫ്രാൻസിസ് അസീസിയാണ് പ്രത്യേകിച്ചും സഭയെ നവീകരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ നേതൃത്വം കൊടുത്തത്. അതുകൊണ്ട് വൈദികരല്ലാതെ സന്യാസ സമൂഹത്തിലെ സഹോദരന്മാരായിട്ടുള്ള സമൂഹത്തിൽ രൂപം കൊടുത്തു. മദർ ഹൗസിലെ ആരാധനയിലൂടെ തൃശ്ശൂർ അതിരൂപത മാത്രമല്ല, സീറോ മലബാർ സഭയും കേരള സഭയും പിന്നീട് ഭാരതത്തിലേക്ക് വികസിക്കുമ്പോൾ അവിടെയൊക്കെ ഒത്തിരി ദൈവാനുഗ്രഹത്തിന് ഉപകരണമായി തീരുന്ന, പ്രേരണമായി തീരുന്ന സമൂഹമാണ് MMP. അതില് പ്രത്യേകിച്ച് അതിനെ നോർത്ത് സൗത്ത് പ്രോവിൻസുകളായി തൃശ്ശൂർ പ്രോവിൻസ്, സെന്റ് തോമസ് പ്രോവിൻസായി തിരിച്ചപ്പോൾ ആ പ്രോവിൻസിന്റെ രൂപീകരണത്തിന്റെ 25ാം വർഷത്തിന്റെ ജൂബിലിയുടെ ഓർമ്മയാചരണമാണ് ഇത്. ഒന്നാമത്തെ വായന കേട്ടതുപോലെ അത് നന്ദി പ്രകാശനത്തിന്റെ അവസരമാണ്, യൂക്കറിസ്റ്റ് ആകുന്നത്. അതുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷം പരിശുദ്ധ കന്യകാമറിയം ദൈവത്തിന് നന്ദി പറയുക, ദൈവം തന്നെ വർഷിച്ചിരിക്കുന്ന കൃപകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സ്തോത്രഗീതം പാടിയത് ഹിന്ദി കുർബാനയ്ക്ക് വീണ്ടും സുവിശേഷമായി നമുക്ക് നൽകപ്പെട്ടത്. എന്തിനാണ് നന്ദി പറയുന്നത്? പരിശുദ്ധ അമ്മയ്ക്ക് യേശുവിനെ ലഭിച്ചതുകൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ ആവാസം ഉണ്ടായതുകൊണ്ട്, ലോകരക്ഷകന് ലോകത്തിന് പ്രദാനം ചെയ്യാനായിട്ടുള്ള അവസരമുണ്ടായതുകൊണ്ട്, പഴയ നിയമത്തിന്റെ പൂർത്തീകരണങ്ങൾ അവരുടെയിലൂടെ പൂർത്തിയാവുന്നത് കണ്ട് ഒരു സാധാരണ പെൺകുട്ടിയായ മറിയം ദൈവത്തിന് സ്തോത്രഗീതം പാടിയത് പഴയ നിയമങ്ങളെ എല്ലാം ഉദ്ധരിച്ചുകൊണ്ട് മനോഹരമായി പാടിയ സ്തോത്രഗീതമാണ് ഇന്ന് നമ്മൾ വിശേഷിപ്പിക്കേണ്ടത്. നമ്മളിവിടെ ആയിരിക്കുന്നത് നന്ദി പറയാൻ. 25 വർഷത്തിലൂടെ MMP സമൂഹത്തിലെ ഈ സെന്റ് തോമസ് പ്രോവിൻസിലൂടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് നമ്മുടെ മാനന്തവാടിയിൽ വന്ന കുട്ടികളുടെ ബാൻഡുകളാണ് ഞാൻ കേൾക്കുകയായിരുന്നു. ആ കുട്ടികളുടെ വളർച്ചയെ കുറിച്ച് അവിടെ. അപ്പോ ആ കുട്ടികളെ കണ്ടപ്പോൾ അങ്ങനെ ഒരുപാട് മനുഷ്യരെ MMP സമൂഹത്തിലെ അശരണരെ, ആതിരായവരെ വിദ്യാഭ്യാസത്തിലൂടെ, ഇടവക പ്രവർത്തനത്തിലൂടെ, കുടുംബ കൂട്ടായ്മകളെ വളർത്തിയതിലൂടെ, സമർപ്പിതരെ പ്രോത്സാഹിപ്പിച്ചതിലൂടെ, അങ്ങനെ ഇടവകയിലും സഭയിലും പൊതുസമൂഹത്തിലും വളരെ പ്രത്യേകിച്ച് പാവപ്പെട്ടവർക്കും സഹായിക്കുന്ന ഒത്തിരി നന്മകൾ ചെയ്തിട്ടുള്ളതിനാണ് നമ്മൾ നന്ദി പറയുന്നത്. ഈ സഹോദരന്മാരും പല സ്ഥലങ്ങളിൽ ഈ സഹോദരന്മാരാണ്. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലാണെങ്കിലും ഇപ്പോൾ പറയുന്നത് മിഷൻ പ്രവർത്തനങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചർച്ച, മിഷൻ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സാധ്യത അൽമായരിലൂടെയും ബ്രദർമാരിലൂടെയും സിസ്റ്റേഴ്സിലൂടെയൊക്കെ വൈദികരെക്കാൾ കൂടുതൽ ഇപ്പോൾ അൽമായര്. അതുകൊണ്ട് തന്നെ 2026 സിനഡ് സമുദായ ശാക്തീകരണമായ വർഷത്തിൽ പ്രഖ്യാപിക്കുന്നതോടൊപ്പം മിഷൻ പ്രവർത്തനങ്ങൾ ഈ ജൂബിലി വർഷത്തിൽ മിഷൻ പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ തീരുമാനമെടുത്തത് ഇങ്ങനെ മിഷൻ പ്രവർത്തനം നടത്തുന്ന സമൂഹങ്ങളെ, അൽമായ സമൂഹങ്ങളടക്കം എങ്ങനെ അവരെ അല്ലെങ്കിൽ അവരെ ഒരുമിപ്പിച്ച് നിർത്തി മിഷൻ പ്രവർത്തനം കേരളത്തിലും പുറത്തും എങ്ങനെ ശക്തിപ്പെടുത്താം എന്നാണ് ചിന്തിക്കുന്നത്. ഇക്കാര്യത്തിൽ ബ്രദേഴ്സിന്റെ റോള്, സിസ്റ്റേഴ്സിന്റെ റോള് പല സ്ഥലങ്ങളിലും അച്ഛന്മാരെക്കാൾ കൂടുതൽ തന്നെ വളരെ വ്യക്തമാണെന്ന് ഈ കഴിഞ്ഞ സിറ്റിയുടെ ദീർഘമായി തന്നെ ചർച്ച ചെയ്യുകയുണ്ടായി. അതിന് പ്രിൻസ് മാണികാട് പിതാവിന്റെ നേതൃത്വത്തിൽ ഈ ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ, മിഷൻ പ്രവർത്തനങ്ങളെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കാമെന്ന് ശക്തമായി ചർച്ച ചെയ്യുകയും അതിനുവേണ്ടിയുള്ള കർമ്മപരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ നന്ദി പറയുന്നത് ബ്രദർമാരിലൂടെ ദൈവം സഭയ്ക്ക് നൽകിയ നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാം. തൃശ്ശൂർ അതിരൂപതയെ സംബന്ധിച്ച് എനിക്ക് പറയാൻ വ്യക്തമായി ശക്തമായി തന്നെ പറയാൻ സാധിക്കും. MMP സമൂഹം ഈ അതിരൂപതയ്ക്ക് ചെയ്തിട്ടുള്ള നിരവധിയായ സേവനങ്ങളെ എങ്ങനെയാണ് അതിനെ
അംഗീകരിക്കുന്നതിന് അത്രയും വലിയ ശുശ്രൂഷയാണ് അതിരൂപതയ്ക്ക് ദൈവജനത്തിന് ഈ സമൂഹം പ്രത്യേകിച്ച് ബ്രദർമാർ നൽകിയിട്ടുള്ളത്. ഏത് കാര്യത്തിലും ഇപ്പോൾ തന്നെ മുന്നിൽ വരുന്നത് രൂപതയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും തന്നെ മുന്നിൽ നിൽക്കുന്നത് ബ്രദർമാരില്ലെങ്കിൽ കാര്യം നടക്കില്ല എന്നൊരു രീതിയിൽ തന്നെ ചിന്തിക്കുന്നവരാണ് സഭാ നേതൃത്വമെന്ന് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ നന്ദി പറയാനാണ് ദൈവം ഇവരെ ദൈവത്തിന്റെ കാര്യങ്ങളിൽ MMP സമൂഹത്തെ കഴിഞ്ഞ ഈ പ്രോവിൻസിനെ എങ്ങനെ ഉപകരണമാക്കി. ഇങ്ങനെ പ്രോവിൻസ് തിരിച്ചു കഴിഞ്ഞപ്പോൾ കൂടുതൽ ശക്തിപ്പെടുകയാണ്. ഒരു കാര്യത്തിൽ മാത്രമേ വേണ്ട തരത്തിൽ ശക്തിപ്പെടുത്താൻ പ്രാർത്ഥനയുള്ളൂ. അത് ഇവിടെ മാത്രമല്ല, സിസ്റ്റേഴ്സിന്റെ കാര്യത്തിലും പല രൂപതകളുടെ കാര്യത്തിലും. അപ്പോൾ ഞാൻ പറഞ്ഞു തൃശ്ശൂരിന് ഒരു നിയന്ത്രണവും ദൈവത്തെ സംബന്ധിച്ച് വരുത്തുന്നില്ല. അതുപോലെ തന്നെ മിഷൻ അപ്പീൽ നടത്തുന്നതിനും ഞാൻ സിനിമയിൽ പറഞ്ഞു തൃശ്ശൂർ ഒരു നിയന്ത്രണം വരില്ല. ആർക്കും വേണമെങ്കിൽ അവിടെ കണ്ടില്ല കിട്ടട്ടെ ദൈവം ആർക്കെങ്കിലും മിഷൻ പ്രവർത്തനത്തിന് സഹായം കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കുകയുണ്ടായി. ഞാൻ ചുരുക്കത്തില് ദൈവങ്ങളുടെ കാര്യത്തിൽ അപ്പോൾ MMPക്കാർക്ക് മാത്രമല്ല സാലിയേഷൻസിനുണ്ട്. അപ്പോൾ കമ്മ്യൂണിസ്റ്റിനാണ് ഇച്ചിരി പക്ഷം വലിയ കുഴപ്പമില്ലാത്തതുള്ളൂ. ബാക്കിയൊക്കെ എല്ലാവരും ഇത് തന്നെയാണ്. പക്ഷെ നമ്മൾ വളരെയധികം വേലക്കാരി ചുരുക്കം അതിനാൽ വേദന്റെ നാടുകളുടെ ഈ കുർബാനയും ഒരു ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. ബ്രദേഴ്സ് സഭയുടെ നിലനിൽപ്പിന് ആവശ്യമാണ്. അത് ഇന്ന് പലപ്പോഴും വൈദികരെക്കാൾ കൂടുതൽ തന്നെ ചെയ്യാനായിട്ട് ബ്രദേഴ്സിനും സിസ്റ്റേഴ്സിനും സാധിക്കുമെന്ന് തെളിഞ്ഞു നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് കുർബാനയ്ക്ക് അച്ഛന്മാർ വേണ്ടാതല്ല, എത്രമാരും വേണ്ട, ഇപ്പം എത്രമാരും വേണ്ടാത്തവരെ പറഞ്ഞില്ല, എത്രമാരും വേണ്ട, ഇനി ഞങ്ങളത് തീരുമാനിക്കാത്ത പറഞ്ഞോ. ഇനി അതിനൊന്നും പുറമെ വേണ്ട. പത്രമാധ്യമങ്ങളിലും TV-യിലൊക്കെ ഓരോന്നോരോന്ന് കാണുമ്പോൾ ഞങ്ങൾക്ക് ചെയ്യാന്ന് കരുതി ദൃശ്യക്ക് വലിയ വേണ്ട. നിങ്ങൾക്ക് മനസ്സിലായില്ല, അതൊന്നും വേണ്ട. നമുക്ക് ഈ സഭയുടെ ചൈതന്യത്തിൽ തന്നെ മാത്രം പ്രവർത്തിച്ചാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞത് നന്ദി പറയുന്ന അവസരമാണ്. അങ്ങനെ നന്ദി പറയുമ്പോൾ എന്താണ്, ഇതൊരു വീണ്ടെടുപ്പ് വർഷമാണ്. ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞതാണ്. അത് ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ എന്താണ്, നമ്മുടെ ആത്മാവിൽ നിർവീര്യമാകരുത്. നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം, കൂട്ടായ്മയുടെ നിൽക്കണം, യേശുവിനോട് ചേർന്ന് നിൽക്കണം. അതാണ് ഇന്നത്തെ പൗലോസ്ലീഹ നമ്മെ പഠിപ്പിച്ചത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ വീണ്ടെടുപ്പ് വർഷത്തിൽ നഷ്ടപ്പെട്ടത് തിരിച്ച്, അതുകൊണ്ടാണ് ജൂബിലി വീണ്ടെടുപ്പ് വർഷം. പാപപരിഹാര ദിനം ആചരിക്കണം. വീണ്ടെടുപ്പ് വർഷമാണ്. തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം. അത് കഴിഞ്ഞ് കൂടുതൽ ശക്തമായി കൂടുതൽ തീക്ഷ്ണതയോടെ ഉജ്ജീവിപ്പിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ ആവാസങ്ങൾ നവീകരിക്കപ്പെട്ട നാം കൂടുതൽ ശക്തിപ്പെടാനാണ് ജൂബിലി ആഘോഷിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ജൂബിലി ആഘോഷിച്ച അതോടുകൂടി നമ്മുടെ അവസാനിപ്പിക്കാനല്ല, കുറച്ചുകൂടി ശക്തിപ്പെട്ട് കൂടുതൽ ഉണർവോടെ പ്രവർത്തിക്കാനുള്ള ആരംഭമാണ് നമ്മൾ നേരത്തെ ഇവിടെ കത്തിച്ച തിരി. അത് കുറച്ചുകൂടി ശക്തിപ്പെട്ട പ്രവർത്തനത്തിന്റെ നവീകരണമാണ് ഈ ജൂബിലി ആഘോഷം. അതുകൊണ്ടാണ് ഓരോരുത്തർക്കും തങ്ങളുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞാൽ അനുസരിക്കേണ്ടതല്ല. ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുന്ന ഇതാ കർത്താവിന്റെ ദാസൻ ദാസി എന്ന് പറയുന്ന ദൈവത്തിന്റെ പദ്ധതിക്ക് മുഴുവൻ വിട്ടുകൊടുക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ നിർവചനം, ദൈവം നിറവേറ്റലാണ് സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും നല്ല നിർവചനം. അതിനനുസരിച്ച് പ്രവർത്തിക്കണം. ഓരോരുത്തരും നമ്മളുടെ കുടുംബത്തിലേക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. ഈ കൂട്ടായ്മ ജീവിതം, സമർപ്പിത ജീവിതം കൂട്ടായ്മ ജീവിതമാണ്. അത് കൂടെയായിരിക്കും ഐക്യപ്പെടുന്നതാണ്. കർത്താവിന്റെ കൂടെ തപസ് ചെയ്ത് കൂടെയായി ശക്തി പ്രാപിച്ച് സ്ഥാപകർ പറയുന്ന തീക്ഷ്ണതയിൽ മിഷൻ തീക്ഷ്ണതയിൽ ഐക്യപ്പെടുന്നതാണ് ഈ സമർപ്പിത ജീവിതം. അതിനുള്ള കൂട്ടജീവിതമാണ്. ഓരോരുത്തർക്കും സ്വത്ത് ഈശോയാണ് സ്വത്ത്. ആ ഈശോയെ തിരിച്ചു കിട്ടി ഈശോയെ ശക്തിപ്പെട്ട് അങ്ങനെ അവസാനം പ്രത്യാശയുടെ തീർത്ഥാടകരായി ലക്ഷ്യമാകുന്ന സ്വർഗത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഓരോരുത്തരും തങ്ങളുടെ അവകാശ സ്ഥലത്തേക്ക് പോകുന്ന. അപ്പൊ അതിനൊരു നഷ്ടപ്പെട്ടതിനെ തിരികെയിട്ട് പോരായ്മകളുണ്ടെങ്കിൽ തിരിച്ചെടുത്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിച്ച് കൂടുതൽ ശക്തിപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു അവസരമാണ് ജൂബിലി. അതിനുവേണ്ടി ഞാൻ ആശംസിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇത് ഒരു അർപ്പണമാണ്. മൃതവാഗ്ദാനം നടത്തിയവർ തങ്ങളെ തന്നെ ബലി ചെയ്യുകയായിരുന്നു. പരിശ്രമത്തിലൂടെ, ബ്രഹ്മചര്യത്തിലൂടെ, ദാരിദ്ര്യത്തിലൂടെ, മൃതവാഗ്ദാനത്തിൽ ആ ബലി ചെയ്യപ്പെട്ട ജീവിതത്തെ
ഇതാ കർത്താവിന് മുമ്പിൽ അർപ്പിക്കുകയാണ്. ബലിയുടെ അർപ്പണമാണ് കുർബാന. അർപ്പണം എന്ന വാക്കിന്റെ അർത്ഥം കുർബാന എന്ന വാക്കിന്റെ അർത്ഥം അർപ്പണമാണ്. എന്തിന്റെ അർത്ഥം? യേശുവിന്റെ അർപ്പണം. യേശു തന്നെ മനുഷ്യരക്ഷിക്കാൻ ബലി അർപ്പിച്ചതിന്റെ അർപ്പണം. ആ ബലി അർപ്പണത്തിന് കർത്താവിന്റെ വചനമാണ് നമ്മൾ സ്വീകരിച്ചത്. അങ്ങനെ ഇതാ വീണ്ടും MMP സമൂഹം ഈ ജൂബിലി വേളയിൽ കുർബാനയാവുകയാണ്. തങ്ങളുടെ വ്രതനദീകരണത്തെ, സന്യാസ സമൂഹത്തെ ഈ സെന്റ് തോമസ് പ്രോവിൻസ് ഇതാ പൂർണ്ണമായും പുനരർപ്പണം ചെയ്യുന്ന കുർബാനയാകുന്ന അവസരമാണ്. അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവണം? ദൈവവുമായി ഒന്നാകും. ആരാണ് സന്യാസി? ആരാണ് സമർപ്പിത ജീവിതം? യേശുവുമായി ദൈവവുമായി ഒന്നിച്ചു നിൽക്കുന്ന, തപസ് ചെയ്യുന്ന, അങ്ങനെ യേശുവിന്റെ ശക്തി സംഭരിച്ചാൽ യേശുവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിപ്പിക്കുന്ന വ്യക്തികളാണ്. അതാണ് ഹോളി കമ്മ്യൂണിയൻ, ഒന്നായി തീരുന്നത്. ഇതാണ് ഹോളി കമ്മ്യൂണിയൻ. അങ്ങനെ വരുമ്പോൾ യേശുവിനെ സ്വീകരിച്ച് യേശുവുമായി ഒന്നായി തീർന്ന് ശക്തി പ്രാപിച്ച് ആ യേശുവിനെ മറ്റുള്ളവരുടെ കാണിച്ചു കൊടുക്കുന്ന കൂട്ടായ്മ ജീവിതം ഹോളി പരിശുദ്ധ കൊണ്ട് കമ്മ്യൂണിയനായി, കൂട്ടായ്മയായി തീർന്ന് ഈ സമൂഹം മുന്നോട്ട് പോകട്ടെ ആശംസിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇത് ഐക്യപ്പെടുകയാണ്. യേശുവിനോട് കൂടെ ആയിരുന്ന ഒരു മാഗ്നറ്റ്, ഒരു ഇരുമ്പായി യേശുവാകുന്ന കാന്തത്തോട് ചേർന്നിരിക്കുമ്പോൾ അത് ശക്തി പ്രാപിച്ച് മറ്റൊരു കാന്തമായി തീർന്ന് അത് ഇത് ഐക്യപ്പെടുകയാണ്. ഹോളി മാസ് ആവുകയാണ്. ദിവ്യപ്രേഷണം ഹോളി മാസിന്റെ അർത്ഥം നമുക്കറിയാം. ദിവ്യപ്രേഷണം, പരിശുദ്ധമായ ഐക്യം. അപ്പോൾ ഈ ജൂബിലി ആഘോഷം എന്ന് പറയുന്നത് സെന്റ് തോമസ് പ്രോവിൻസ് ഇത് ശക്തി പ്രാപിച്ച് വീണ്ടും മുന്നോട്ട് പോവുകയാണ്, ഐക്യപ്പെടുകയാണ്. തങ്ങളുടെ പ്രവർത്തനം ഈ കേരളത്തില്, ഈ സൗത്ത് ഇന്ത്യയിലും നോർത്ത് പ്രോവിൻസുണ്ട്, അവർക്ക് പ്രവർത്തിക്കാൻ ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും വരുന്നുണ്ടെന്നറിയാം. എന്നാൽ ശക്തി പ്രാപിച്ച് നമ്മൾ വീണ്ടും ഐക്യപ്പെടുകയാണ്. ഈ വീണ്ടും ഐക്യപ്പെടുന്ന ഈ സമയത്ത് നമുക്ക് ദൈവത്തിന്റെ കൃപയ്ക്കായി പരിശുദ്ധ അമ്മയുടെ യോസേപ്പ് പിതാവിന്റെ, വളരെ പ്രത്യേകിച്ച് ഫ്രാൻസിസ് അസീസിയുടെ ഒക്കെ മധ്യസ്ഥ തേടി നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.